പ്രോപ്പർ പ്രിപ്പറേഷൻ പ്രിവെൻറ്റ് പുവർ പെർഫോമൻസ് എന്ന് പറയും. പ്രോപ്പർ പ്രിപ്പറേഷൻ പ്രിവെൻറ്റ് പുവർ പെർഫോമൻസ് വേണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ നിങ്ങൾ ആലോചിച്ചൊക്കെ റിയാലിറ്റി ചെക്ക് ചെയ്യാം. ഈ 28-ന് നമുക്കെന്താ സംഭവിച്ചത്? 2 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഏതൊരു പ്രശ്നവും ഏതൊരു ചലഞ്ചും വരുമ്പം നമ്മളൊന്നും ചെയ്യും, പാനിക്കാവും അല്ലേ? പെട്ടെന്ന് ഇത് ന്യൂസ് കേൾക്കുന്നു, നമ്മുടെ ചുറ്റും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെയോ വരാൻ പോകുന്നു കേട്ടപ്പോൾ നമ്മൾ പാനിക്കായി. നമുക്ക് വന്നത് എന്താണ്? സെക്കൻഡ് വന്നതാണ് ഫിയറാണ്. രണ്ടാമത് സംഭവിച്ചത് ഫിയറാണ്. ഈ ഫിയർ ആക്ച്വലി മോശമുള്ള കാര്യമല്ല. ഫിയർ ഈസ് ഗുഡ്. നമുക്ക് ഇപ്പം ഫിയർ എന്നുള്ള സംഭവം ഗുഡാണ്. ഇപ്പം നമ്മളിപ്പോൾ ലോകം തന്നെ സൃഷ്ടിച്ചത് ഒരു ഫിയറിൻ്റെ ഒക്കെ പേരിലാണ്. നമ്മൾ പറയും ഇപ്പം ദൈവവിശ്വാസികളാണെങ്കിൽ ദൈവം ഉണ്ട്, ഗോഡ് ഉണ്ട് എന്നുള്ളൊരു ഫിയർ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ നന്നായിട്ട് നടക്കുന്നത്. ഇപ്പം ലത്തീഫ്ക്കൊക്കെ ഇപ്പോൾ ഗോഡ് ഇല്ല എന്നുള്ളൊരു വിശ്വാസക്കാരാണെങ്കിൽ എന്തൊക്കെ കളി കളിക്കൂ. പഠിച്ചവനുള്ളൊരു പേടിയുള്ളത് കൊണ്ടായിരിക്കും കുറേയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ നമ്മളൊക്കെ. അല്ലെങ്കിൽ പഠിച്ചവനെ പേടിയില്ലാത്ത ആൾക്കാർക്ക് പാരൻസിനെ പേടിയുണ്ടാവും, അല്ലെങ്കിൽ സൊസൈറ്റീനെ പേടിയുണ്ടാവും. ഈ ഫിയർ ആക്ച്വലി പോസിറ്റീവാണ്. പക്ഷേ രണ്ടാമത് സംഭവമുണ്ട് പാനിക് എന്നുള്ളത്. ഈ പാനിക്കാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഡേഞ്ചറസ് ആണ്. നമ്മളിപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചിലപ്പം പെട്ടെന്നൊരു മുന്നിൽ വണ്ടി ഒന്ന് ബ്രേക്ക് ചവിട്ടുമ്പോഴത്തേക്ക് ചില ആൾക്കാർ പാനിക്കായിട്ട് കൺട്രോൾ പോകും. അവരുകൊണ്ട് ഈ ക്രാഷ് ചെയ്യും, അവരുടെ ബ്ലഡ് പ്രഷർ കൂടും. ചിലപ്പം അവർ ബ്രേക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ഉണ്ടാവും. പക്ഷേ ആ സിറ്റുവേഷൻ നമുക്ക് മാനേജ് ചെയ്യാനാവാത്തത് കൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് ക്രാഷിലേക്ക് പോകും. സോ ഇവിടെ ഫിയർ സംഭവിച്ചു, പാനിക് സംഭവിച്ചു. ഈ പാനിക്കായ ആളുകൾ എസ്പെഷ്യലി ഏറ്റവും ഫസ്റ്റ് പാനിക് ആയിട്ടുണ്ടാവുന്ന നമ്മളെ കൂട്ടത്തിലുള്ള എംപ്ലോയീസ് ഒക്കെ ആയിരിക്കും. അവരെ സംബന്ധിച്ചുള്ള അവർ റിസ്ക് ഒന്നും എടുക്കുന്ന ആൾക്കാരായിരിക്കില്ല. റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അവർ ഓൺട്രപ്രണർ ആവുമല്ലോ. അവർ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് പഠിച്ചോനെ എൻ്റെ കമ്പനി പോവാണ്, അല്ലെങ്കിൽ ഒരുപാട് നാളെ എനിക്ക് എന്താണ് സംഭവിക്കുക, എനിക്ക് സാലറി കിട്ടുമോ, അവർ ആ മന്ത്ലി സാലറി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ആയിരിക്കും. ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രിപ്പയർ ആയ ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ ഡോണ്ട് ഹാവ് എനി പാനിക്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പാനിക്കിൻ്റെ ആവശ്യമില്ല. അവർ അവസരങ്ങൾ കാണുകയാണ്. ഏത് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും ഏത് ചലഞ്ചസ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് അവസരം കാണാൻ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ അക്കൗണ്ട്സിൽ നമ്മൾ പറയാറുണ്ട് റിസർവ് എന്ന് പറയും. നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൽ റിസർവ് ഉണ്ട്. എന്താണ് റിസർവ്? എനിക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്താണ് നമ്മളെ റിസർവിൽ എണ്ണ അടിക്കാൻ പറ്റുള്ളൂ, എടുക്കാവുള്ളൂ. ഇപ്പം ചില ആളുകൾ കണ്ടില്ല, നിങ്ങൾ ചുറ്റും നോക്കിയാൽ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ആ വരങ്ങനെ ലാസ്റ്റ് ഏറ്റവും താഴത്തെത്തിയിട്ട് പെട്രോൾ അടിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊരിക്കലും ഒരു ഓൺട്രപ്രണർ മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കില്ല. ഓൺട്രപ്രണർ എപ്പോഴും ഒരു ഹാഫിൻ്റെ താഴോട്ട് ആവില്ല. അവന് അറിയാം ഇതെന്തായാലും വേണ്ട സംഭവമാണ്, ഫ്യൂൽ എനിക്ക് വേണം, എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ വണ്ടിയിൽ എപ്പോഴും ഫ്യൂൽ വേണം. അതുകൊണ്ട് ഞാൻ ഒന്നുകിൽ ഫുള്ള് അടിക്കും, ഫുള്ള് കുറയുമ്പോൾ എന്ത് ചെയ്യും, ഹാഫ് ആകുമ്പോഴേക്ക് അടിച്ചു വെക്കും. ഇൻ കേസ് എപ്പോഴെങ്കിലും മറന്നു പോയാൽ ലാസ്റ്റാണ് ഈ റിസർവ് ഉപയോഗിക്കുക. ഈ റിസർവ് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. എന്നാൽ ചില ആൾക്കാരുണ്ട് എന്ത് ലാസ്റ്റിൽ എപ്പോഴും വറ്റിയിട്ടടിക്കുന്ന ആൾക്കാർ, ഇടയ്ക്കിടയ്ക്ക് വൈക്കലാകുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? ഈ വൈക്കലാകുന്ന ആൾക്കാരാണ് ഇപ്പം പെട്ടത്. അവനെ സംബന്ധിച്ചിടത്തോളം ഇവന് റിസർവ് ഇല്ല. അവനെന്താണ് വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ അവൻ അവിടെ എത്തും, ചിലപ്പോൾ അങ്ങനെ കഷ്ടിച്ച് പമ്പിലെത്തും, ചിലപ്പോൾ റോഡിന് നടുവിലാവാൻ സാധ്യതയുണ്ട്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാവുള്ളൂ. കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കണം, നമ്മൾ പ്രിപ്പയർ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഫിയർ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചോളം ഓക്കെ, പാനിക്കായെ സംബന്ധിച്ച് ഈ ഒരു റിസർവും ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ കംപ്ലീറ്റ്ലി പാനിക്കായി. അയാൾ പിന്നെ നോക്കുന്നത് എവിടത്തേക്കാണ്? നമ്മളെ കയ്യിലൊരു ഫോണുണ്ട്, ആ ഫോണിലേക്കുള്ള ന്യൂസ് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ പോകും. ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള നമ്മൾ മനസ്സിലാക്കണം, മീഡിയനെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യം, അവരുടെ ബിസിനസ് എന്താണ്? നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ന്യൂസുകൾ കാണിച്ച് തന്നിട്ടാണ് അവർ ക്യാഷ് ഉണ്ടാക്കുന്നത്. അവർ അങ്ങനെയാണ് ബിസിനസ്. ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാ ക്രിയേറ്റേഴ്സിനും ഓരോരുത്തർക്കും ഓരോ ഇൻറ്റൻഷനാണുള്ളത്. നമ്മളവിടെ പോകുന്നു, ഈ നെഗറ്റീവ് ന്യൂസ് കാണുന്നു, നമ്മളെ സർക്കിളിലേക്ക് വിളിക്കുന്നു, നമ്മുടെ ഫാമിലി എല്ലാവരും ഒരു പാനിക്കിലേക്കാണ് പോകുന്നത്. എല്ലാവർക്കും ഫിയറിനെ കുറിച്ച് പാനിക് വന്ന് എന്താ ചെയ്യുക. ആസ് എ ബിസിനസ് ഓണർ നമ്മൾ ലീഡറാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫാമിലിയിലെ ലീഡറാണ്. ഫാമിലി കംപ്ലീറ്റ്ലി നമ്മളെ ഡിപ്പെൻഡഡ് ആണ്. നമ്മളുടെ ടീം നമ്മളാണ് ലീഡർ. നമ്മുടെ സപ്ലൈസ് അവർക്കും നമ്മളാണ് ലീഡർ. നമ്മളെ കസ്റ്റമേഴ്സ് അവർക്കും നമ്മളാണ് ലീഡർ. ഈ പാനിക്കായ സമയത്ത് നമുക്ക് റിസർവ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കോൺഫിഡൻ്റ് ആവും. നമ്മളെ കയ്യിൽ റിസർവ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻ്റ് ആവും. പലരും പറ്റിപ്പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസർവ് ഫണ്ടൊന്നും അതായത് നമ്മൾ ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, ഈ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ക്യാഷ് ഫ്ലോ എന്നുള്ളത് നമ്മളെ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ ക്യാഷ് ഫ്ലോ ഇല്ലാത്ത ആൾക്കാരെ ഒരിക്കലും റിസർവ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ പറയും പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് 10 or 5
15 ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബിസിനസ് ആണ് റിസർവ് എന്ന് പറയാം. ഇവൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ പോലും നമ്മൾ പറയും ഇൻകത്ത് നിന്നാണെങ്കിൽ പോലും പ്രോഫിറ്റ് എടുക്കുന്നതിന് മുന്നേ ലൈക്ക് പ്രോഫിറ്റ് എടുക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, റിസർവ് ചെയ്യും. 2 രൂപത്തിലും ചെയ്യും. അപ്പം പ്രോഫിറ്റിന് വെയിറ്റ് ചെയ്യാതെ നമ്മൾ എപ്പോഴും അതൊരു എക്സ്പെൻസ് പോലെ റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റുവേഷൻസിനെ പ്രിപ്പയർ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു.